കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിതിൻ രാജിൻ്റെ ആത്മഹത്യ ഒന്നാം പ്രതി ഡോക്ടർ MK റാം പിടിയിൽ. ക്രൈംബ്രാഞ്ച് സംഘം കർണാടകയിലെ കുടകിൽ നിന്നാണ് ഡോക്ടർ MK റാമിനെ പിടികൂടിയത്. മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയതിന് പിന്നാലെയാണ് റാമിനായി ആന്ധ്രാപ്രദേശിലും കർണാടകയിലും തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, എങ്ങനെയാണ് കുടകിൽ റാം ഉണ്ടെന്ന് അറിഞ്ഞതും പോലീസ് പോകുന്നതും അന്വേഷണത്തിൻ്റെ ഭാഗമായി പിടികൂടുന്നതും? ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുകയാണല്ലോ. പ്രാഥമികമായ ഒരു ചികിത്സയാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. എന്തായാലും ഏപ്രിൽ 10-നാണ് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നത്. ജാതി വിവേചനം ഉൾപ്പെടെ നിരവധി ദുരനുഭവങ്ങൾ കുട്ടി നേരിട്ടു എന്നാണ് പ്രധാനമായി ഈ FIR പറയുന്നത്. ഇതിൽ 2 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കോളേജിലെ പ്രൊഫസറായിരുന്ന ഡോക്ടർ റാം തന്നെയാണ് ഇതിൽ പ്രധാന പ്രതി എന്നാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടതിന് പിന്നാലെ ഡോക്ടർ റാം ഒളിവിൽ പോയിരുന്നു. 3 മാസത്തിന് ശേഷമാണ് ഇയാളെ അന്വേഷണ സംഘം പിടികൂടുന്നത്. ആദ്യഘട്ടത്തിൽ കേസ് അന്വേഷിച്ചിരുന്നത് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പോലീസായിരുന്നു. പിന്നീട് ആ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. വിവിധ കോടതികളിൽ നിന്ന് ജാമ്യം നിരസിക്കുകയും വിമർശനം ഉന്നയിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഡോക്ടർ റാമിനെ പിടികൂടാനുള്ള ശ്രമം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഊർജിതമാക്കിയത്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഉൾപ്പെടെ ഈ ഡോക്ടർ റാമിന്റെ ഈ ജാമ്യാപേക്ഷ തള്ളുകയും വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുകയും ഇതൊരു അധ്യാപകനാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ അന്വേഷണ സംഘം കർണാടകയിലും ആന്ധ്രാപ്രദേശിലും തിരച്ചിൽ വ്യാപകമാക്കിയിരുന്നു. ഇയാളുടെ ജന്മദേശം ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള തെരച്ചിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത്. ഇതിന് ശേഷമാണ് തെരച്ചിൽ ഒളിവിൽ കഴിയവേ കേരള അതിർത്തിയോട് ചേർന്ന കർണാടകയിലെ കുടകിൽ നിന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്തപ്പോൾ പ്രാഥമികമായി ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. അതിനുശേഷം അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തി കരശ്ശേരിയിലേക്ക് കൊണ്ടുവരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രാജി.